ഇന്ത്യൻ ഭരണഘടന ഉറപ്പുനൽകുന്ന മൗലികാവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയ കള്ളക്കേസുകൾ ഉടൻ പിൻവലിക്കണമെന്നും സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും പാലയൂർ ഫൊറോന കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും സംയുക്ത നേതൃത്വത്തിൽ പാവർട്ടിയിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരാക്കളങ്കവും കടുത്ത നീതി നിഷേധവുമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും തകർക്കാനുള്ള ഗൂഢനീക്കങ്ങളുടെ ഭാഗമാണിതെന്നും യോഗം കുറ്റപ്പെടുത്തി. പാലയൂർ സെന്റ് തോമസ് ചർച്ച് ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധിജി പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവ് ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സഫലമാകുക. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നതില്ല. ഇന്ത്യയുടെ ഭരണഘടന 1950 നമ്മൾക്ക് വിഭാവനം ചെയ്ത എത്രയോ മനോഹരമായ നിയമങ്ങളാണ്, മൗലികമായ അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 19 ഓരോ ഇന്ത്യക്കാരനും സ്വതസിദ്ധമായ ശൈലിയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 21 അവന് ലഭിച്ചിരിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ആർട്ടിക്കിൾ 25 അവനുള്ള മതസ്വാതന്ത്ര്യമാണ്. ഏതൊരു ഇന്ത്യക്കാരനും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ ജീവിക്കാൻ, അത് പ്രചരിപ്പിക്കുവാൻ എല്ലാ അവകാശവും ഉണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളായ വ്യക്തികളെ കള്ളക്കടത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അവിടെ എവിടെയാണ് മനുഷ്യക്കടത്ത്? ഇവര് തന്നെ പറയുന്നുണ്ട്, ഗവൺമെന്റ് പോലും എത്തിച്ചേരുവാനായിട്ട് സാധിക്കാത്ത കുഗ്രാമങ്ങളിലെ ജീവിക്കുന്ന കുട്ടികളാണ്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ഡാനി മരിയ മുഖ്യപ്രഭാഷണം നടത്തി. പാലയൂർ ഫൊറോന കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ തോമസ് ചിറമ്മൽ, കത്തോലിക്ക കോൺഗ്രസ് പാലയൂർ ഫൊറോന പ്രസിഡന്റ് ജോഷി കൊമ്പൻ, പാവറട്ടി തീർത്ഥകേന്ദ്രം ട്രസ്റ്റി OJ ഷാജൻ, കുടുംബ കൂട്ടായ്മ ഫൊറോന ആനിമേറ്റർ ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി, മെഴ്സി ജോയ്, ഷീജ ജോൺസൺ, സേവ്യർ അറക്കൽ എന്നിവർ സംസാരിച്ചു. വിവിധ ഇടവകകളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികളും കന്യാസ്ത്രീകളും യോഗത്തിൽ പങ്കെടുത്തു.